ഇനി രാമായണ കഥ കേൾക്കാം എന്നതിന് പകരം രാമായണ കഥ കാണാം എന്ന് നമുക്ക് തിരുത്തി പറയാം. 700 കോടിയുടെ ബജറ്റിൽ നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് രാമായണം. രാമനായി രൺബീർ കപൂറും സീതയായി സായ് പല്ലവിയും ചിത്രത്തിൽ അഭിനയിക്കുന്നു. അടുത്തിടെ സിനിമയിൽ നിന്നും സായ് പല്ലവി പിന്മാറി എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പകരം ജാൻവി കപൂർ ആയിരിക്കും സിനിമയിൽ നായികയായി എത്തുക എന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സണ്ണി ഡിയോളും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. KGF എന്നൊരൊറ്റ ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ സൂപ്പർ താരമായ യാഷും ഈ സിനിമയുടെ ഭാഗമാകുകയാണ്. രാവണനായി എത്തുന്നത് സാക്ഷാൽ യാഷാണ്. നിർമ്മാതാവിന്റെ മേലങ്കി കൂടി യാഷ് അണിയുന്നുണ്ട് എന്നാണ് പുതിയ വിവരം. യാഷിന്റെ ഉടമസ്ഥതയിലുള്ള മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ് നിർമ്മാണ പങ്കാളിയായി എത്തും. പ്രമുഖ നിർമ്മാണ കമ്പനിയായ നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും നിർമ്മാതാക്കളാണ്. 700 കോടിക്ക് മുകളിലാണ് രാമായണത്തിന്റെ ബജറ്റ് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. KGF-ലൂടെ കേരളത്തിലടക്കം വൻ സ്വീകാര്യത ലഭിച്ച യാഷിന് ഏറെ ആരാധകരുണ്ട്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ലഭിച്ച സ്വീകാര്യത തന്നെ അതിന് ഉദാഹരണമാണ്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് യാഷിന്റേതായി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അവസരത്തിലാണ് രാമായണ സിനിമയിൽ യാഷ് ഭാഗമാകുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന രാമായണ കഥ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇന്ത്യൻ സിനിമയുടെ മുഖമായ യാഷിന് ലഭിച്ചതിൽ അഭിമാനമുണ്ട് എന്നാണ് നമിത് മൽഹോത്ര പറഞ്ഞത്. ഇന്ത്യൻ സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്തുന്ന സിനിമ നിർമ്മിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അതിനായി നമിത് മൽഹോത്രയുമായി സഹകരിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും യാഷ് അറിയിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കലാകൗമുദി.